നമസ്കാരം. ഇന്ന് നമ്മുടെ മാത്സിൽ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോംപ്ലക്സ് അനാലിസിസ് ആൻഡ് മിസ്സലേനിയസ് ടോപ്പിക്സ്. ഓൾറെഡി നമ്മൾ കോംപ്ലക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ പഠിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് കോംപ്ലക്സിനകത്ത് ചോദിക്കാൻ പറ്റുന്ന വേറെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ അനലിറ്റിക് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അങ്ങനെയുള്ള ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ഒന്ന് കവർ ചെയ്യാം. അതിനകത്ത് 2-3 ഡിഫറെൻറ്റ് ടൈപ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ചില പ്രൊസീജിയേഴ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം ഒരു ഫോർമുല മാത്രം അറിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിനകത്ത് സൊല്യൂഷൻസ് ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് 2-3 ആ ഒരു ചോദിക്കുന്ന ടൈപ്സും കൂടെ മനസ്സിലാക്കി പോവാം. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, കോംപ്ലക്സ് വേരിയബിൾ എന്താണെന്ന് നമുക്കറിയാം. ഇസഡ് എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിന് എക്സ് പ്ലസ് ഐ വൈ എന്നായിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, അത് നമ്മളിപ്പം വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയില്ലേ. അപ്പോൾ അതുപോലെ ഈ എക്സ് എന്ന് പറഞ്ഞ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്, വൈ എന്ന് പറഞ്ഞ ഒരു ഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. ഈ ഇസഡ് എന്ന് പറഞ്ഞാലേ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. അതായത് എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. അപ്പം അതിൻ്റെ ഒരു ഫംഗ്ഷൻ പോലെ വരുന്ന എഫ് ഓഫ് ഇസഡ് വരുന്നുണ്ടെങ്കിൽ അതൊരു ഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. ഓക്കെ, അതിനെ നമുക്ക് എഫ് ഓഫ് ഇസഡ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അത് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്നായിരിക്കും നമ്മൾ അത് എഴുതുന്നത്. അപ്പം ഈ ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ നിന്ന് വേറൊരു കോംപ്ലക്സ് പ്ലെയിനിലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്ന ഒരു ഫംഗ്ഷനാണ് എഫ് ഓഫ് ഇസഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രയും ഇതൊന്നും നമുക്ക് തിയറി നമുക്ക് ആവശ്യമില്ല. നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് നമുക്ക് ഇമ്പോർട്ടൻസ്. ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഐ എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് 1 ആണ്. എല്ലാവർക്കും അറിയാം. ജസ്റ്റ് പ്ലസ് 1 നമ്മൾ പഠിക്കുന്നതാണ്. സിമ്പിളാണ്. അത് നമ്മൾ 2 ആക്സിസിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒന്ന് റിയൽ ആക്സിസിലും ഒന്ന് ഇമാജിനറി ആക്സിസിലുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് 5 + 3i എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ 5 എക്സ് ഡയറക്ഷനിലും 3 വൈ ഡയറക്ഷനിലും എടുക്കുക. ഇതായിരിക്കും ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നീട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വേറെ കുറച്ച് ടേംസ് ആണ്. ഒന്ന് മോഡ് ഇസഡ്. മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഈ ഇതാണ് എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് പ്ലസ് വൈ സ്ക്വയർ ആണെന്ന് ഓർക്കുക. അതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഒരു ലൈനിനകത്ത് ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. അതായത് ആ ഒരു പോയിന്റിനെ ഒറിജിനിൽ നിന്നുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണോ അതായിരിക്കും അതിൻ്റെ മോഡ് ഇസഡ് എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നായിരിക്കും വരുന്നത്. കാരണം വെച്ചാൽ എന്താ, ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ പൈതഗോറസ് തിയറം വെച്ചിട്ട് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ, ഇത് വൈ സ്ക്വയർ, ഇത് വൈ, ഇത് എക്സ്. അപ്പം ഈ പറയുന്ന ഇതിൻ്റെ മോഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ റൂട്ടായിരിക്കും പൈതഗോറസ് തിയറം വെച്ചിട്ട്. അപ്പം അങ്ങനെയാണ് നമുക്ക് അത് പറയാൻ വേണ്ടി പറ്റുന്നത്. തൽക്കാലം ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നീട് ഇസഡ് ബാർ എന്നൊരു ടേം ഉണ്ട്. അതായത് എക്സ് പ്ലസ് ഐ വൈ ആണെന്നുണ്ടെങ്കിൽ ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ഐ വൈ ആയിരിക്കും. എക്സ് പ്ലസ് അല്ല, എക്സ് മൈനസ് ഐ വൈ ആയിരിക്കും. അതാണ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. ഇസഡിൻ്റെ കോൺജുഗേറ്റ് ആണ് ഇസഡ് ബാർ എന്ന് പറയുന്നത്. ഒന്ന് എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ ഒന്ന് എക്സ് മൈനസ് ഐ വൈ ആയിരിക്കും. ഓക്കെ, അതുപോലെ പിന്നെ ചോദിക്കാൻ സാധനം ഇസഡ് ബൈ ഇസഡ് ബാർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇസഡ് ബൈ ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ബൈ എക്സ് മൈനസ് ഐ വൈ. താഴെ നമുക്ക് ഐ എന്ന് പറഞ്ഞ ടേം അല്ലെങ്കിൽ നമ്മുടെ ഇമാജിനറി പാർട്ട് നമ്മൾ എപ്പോഴും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോൺജുഗേറ്റ് വെച്ച് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിനെ കോൺജുഗേറ്റ് വെച്ച് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഈ ഒരു ടേമിലായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. പക്ഷേ ഇതൊന്ന് ഓർത്ത് വെച്ചിരുന്ന എളുപ്പമായിരിക്കും. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ ഇസഡ് ബൈ ഇസഡ് ബാർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ടത്, എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഈ ഒരു ടേമിൽ എന്ത് വരും, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. ഈ ഒരു ടേമിൽ 2xy ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നായിരിക്കും വരിക. ഓക്കെ, കാണാൻ പിടിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നവർക്ക് വേണമെങ്കിൽ കാണാൻ പിടിക്കുകയും ചെയ്യാം. ഓക്കെ, അതാണ് ഇസഡ് ബൈ ഇസഡ് ബാർ. ഇസഡ് മോഡുലസ് നമ്മൾ പഠിച്ച് ഇസഡ് നമ്മൾ മനസ്സിലാക്കി. ഇതെല്ലാം നമ്മൾ പ്ലസ് 1 പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, ഇനിയാണ് നമ്മൾ ഈ ഒരു ഇസഡിനെ ഒരു ഫംഗ്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ യു പ്ലസ് ഐ വി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. ഈ ഒരു കോംപ്ലക്സ് പ്ലെയിനിനെ അല്ലെങ്കിൽ ഈ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്ലെയിനകത്ത പോയിന്റ്സിൻ്റെ കളക്ഷനെ വേറൊരു കോംപ്ലക്സ് പോയിന്റ്സിൻ്റെ കളക്ഷനായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ്, ഒരു മാപ്പിംഗ് ആണ്. കോംപ്ലക്സ് പ്ലെയിനെ വേറൊരു കോംപ്ലക്സ് പ്ലെയിനായിട്ട് മാപ്പ് ചെയ്യാണ് നമ്മൾ. മറ്റേടത്ത് നമ്മൾ എക്സ് ആക്സിന് പകരം എക്സ് ആക്സിൽ വരുന്ന ഓരോ വാല്യൂസിന് വൈ ആക്സിൽ മാപ്പ് ചെയ്ത പോലെ ഇവിടെ നമ്മൾ എക്സ് വൈ റിയൽ ഇമാജിനറി പാർട്ട് വരുന്ന ആ ഒരു കോംപ്ലക്സ് പ്ലെയിനകത്തുള്ള കാര്യങ്ങളെ വേറൊരു കോംപ്ലക്സ് പ്ലെയിനോട് മാപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഈ പറയുന്ന ഒരു ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഇസഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ യു പ്ലസ് ഐ വി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു 80% ടൈംസും ചോദിക്കുന്ന സാധ്യതയുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കോഷി റീമാൻ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് അനലിറ്റിക് ഫംഗ്ഷനും
കോഷി റീമാൻ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഒരു ഫംഗ്ഷൻ അനലിറ്റിക് എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമുക്ക് കോംപ്ലക്സിന്റെ ഇങ്ങനെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങിപ്പോയാൽ കുറേ കാര്യങ്ങൾ നമുക്ക് അനലിറ്റിക്കിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ കുറേ കാര്യങ്ങൾ കുറച്ച് ജസ്റ്റ് ഒരു ഐഡിയ നമ്മൾ കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ഭാഗം തന്നായിരുന്നു. അപ്പം ബേസിക്കലി അനലിറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഡിഫറൻഷ്യബിൾ ആണ്. ഓക്കെ, ഡിഫറൻഷ്യബിൾ ആണ് എന്നുള്ള രീതിക്കാണ് ചിന്തിക്കുന്നത്. നമ്മൾ ഈ അനലിറ്റിക് ആയിട്ടുള്ളതിനകത്ത് സിംഗുലാരിറ്റി വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു. കാൽക്കുലസിനകത്ത് നമ്മൾ പഠിച്ചായിരുന്നു, മൂന്നാമത്തെ കാൽക്കുലസ് 3 പാർട്ടിൽ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ഇസഡ് എന്നുള്ള അനലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കണ്ടീഷൻസ്, ഇന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ അനലിറ്റിക് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റേ നോർമൽ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് കിട്ടുന്നത്. അത് നമുക്ക് +1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അനലിറ്റിക് ആവാനുള്ള കുറച്ച് കണ്ടീഷൻസ് ആണ്. അത് പ്രധാനമായിട്ടും പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ ടേംസിലായിരിക്കും ഇരിക്കുന്നത്, കംപ്ലീറ്റ് ഡെറിവേറ്റീവ്സിന്റെ ടേംസിൽ ആയിരിക്കത്തില്ല എന്നുള്ളത്. ബേസിക്കലി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വേണ്ടുന്നത് കോഷി റീമാൻ ഈ കോഷി റീമാൻ ഇക്വേഷൻസ് ആണ്. ഈ കോഷി റീമാൻ ഇക്വേഷൻസ് ഫോളോ ചെയ്തെങ്കിൽ മാത്രമാണ് ഈ അനലിറ്റിക് ആവുന്നത്. അപ്പം അനലിറ്റിക് ആവണമെങ്കിൽ കോഷി റീമാൻ ഇക്വേഷൻ ഫോളോ ചെയ്യണം. കോഷി റീമാൻ ഇക്വേഷൻസിനകത്ത് നെസസറി ആയിട്ട് കുറച്ച് കണ്ടീഷൻ ഉണ്ട്, സഫീഷ്യന്റ് ആയിട്ട് കുറച്ച് കണ്ടീഷൻ. അതായത് ഈ 4 സംഭവങ്ങളും ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ സഫീഷ്യന്റ് ആണോ ചെക്ക് ചെയ്യത്തുള്ളൂ. പക്ഷേ സഫീഷ്യന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നെസസറി കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ. ഇപ്പം ഇത് എക്സ് പ്ലസ് ഐ ബൈ യു പ്ലസ് ഐ ബി ആയിട്ട് മാപ്പ് ചെയ്ത് വെച്ചേക്കണമല്ലോ, അതിന്റെ യുവിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ, ഡോ വി ബൈ ഡോ എക്സ്, ഡോ വി ബൈ ഡോ വൈ, ഇതെല്ലാം എക്സിസ്റ്റ് ചെയ്യണം. ഈ ഡിഫറൻസിയേഷൻസ് എല്ലാം എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഒരു നെസസറി കണ്ടീഷൻ. ഇത് എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ മാത്രമേ നമ്മൾ സഫീഷ്യന്റ് കണ്ടീഷൻ നോക്കാൻ വേണ്ടി പോകേണ്ട കാര്യമുള്ളൂ. സഫീഷ്യന്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ യു ബൈ ഡോ എക്സും ഡോ വി ബൈ ഡോ വൈയും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഡോ യു ബൈ ഡോ എക്സും ഡോ വി ബൈ ഡോ വൈ, കാരണം യുവിന് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് യു നിൽക്കുന്നത് അല്ലേ, വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ വി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡോ വി ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ എക്സ്, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അത് ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്, പക്ഷേ അതിനോട് നെഗറ്റീവ് വരും. ഡോ യു ബൈ ഡോ വൈ ഇങ്ങനെ വരും, ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ വി ബൈ ഡോ എക്സ്. മനസ്സിലായില്ലേ? പക്ഷെ എന്താ, മൈനസ് വരും, പ്ലസ് അല്ല, ഇത് മൈനസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു എഴുതാം, ഡോ വി ബൈ ഡോ എക്സ് ഇക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ വൈ എന്ന് എഴുതാം, ഡോ യു ബൈ ഡോ വൈ ഇക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ് എന്ന് എഴുതാം. അപ്പം ഈ 4 ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയും ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ നമുക്ക് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആയെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താ, എഫ് ഓഫ് ഇസഡ് പറഞ്ഞിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു ബി എക്സ് വൈ. അതിനകത്ത് ഈ റിയൽ പാർട്ട് വരുന്നത് എന്താണ്? യു ആണ്. ഇമാജിനറി പാർട്ട് വരുന്നത് എന്താണ്? വി ആണ്. അത് നമുക്കറിയാം. ഇതൊരു കോംപ്ലക്സ് അനലിറ്റിക്കൽ ഫംഗ്ഷൻ ആണെന്ന് ഓൾറെഡി പറയുന്നുണ്ട്. അപ്പം എന്തൊക്കെയാ, കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ള ഒരു ഉറപ്പാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അനലിറ്റിക് ആയതുകൊണ്ട് തന്നെ ഈ 4 എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് നമുക്കറിയാം. നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യേണ്ട നോക്കേണ്ട ആവശ്യമില്ല. ഇത് വെച്ചിട്ടാണ് നമ്മളെ ബാക്കിയുള്ള പരിപാടികളെല്ലാം നമ്മൾ സഫീഷ്യന്റ് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ഐഡിയാസ് എല്ലാം നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നുണ്ട്, ഐയുടെ വാല്യൂ പറയുന്നത്. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് എയുടെ വാല്യൂയും ബിയുടെ വാല്യൂ എന്താണ്? ഇതിനകത്ത് എയുടെ വാല്യൂയും ബിയുടെ വാല്യൂ എന്താണ് ഇഫ് ദിസ് ഈസ് അനലിറ്റിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്താ അറിയാം, യു എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ ആണ് നമ്മൾ എടുത്ത് എഴുതി, വി എന്ന് പറഞ്ഞാൽ ബി എക്സ് വൈ ആണ് നമ്മൾ എടുത്ത് എഴുതി. ഇനി നമുക്ക് എന്തൊക്കെ വേണം, നമുക്ക് നമ്മുടെ കോഷി റീമാൻ ഇക്വേഷനകത്ത് നമുക്ക് ആരൊക്കെ ഉണ്ട്? ഡോ യു ബൈ ഡോ എക്സ്, അതായത് ഈ ഒരു അതിനെ എക്സ് വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യണം, വൈ വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. ഇതിനെയും എക്സ് വെച്ച് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം, വൈ വെച്ചും പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. അങ്ങനെ ഈ 4 ടേംസും നമ്മൾ കണ്ടുപിടിക്കും. പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമ്മൾ എങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞുതരാം, ഒരെണ്ണം പറഞ്ഞുതരാം. ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ സംഭവിക്കും, നമ്മൾ എക്സിന്റെ മാത്രം, അതായത് വൈ ടേംസ് എല്ലാം കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ എ വൈ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം എന്തായി, കോൺസ്റ്റന്റ് ആയിപ്പോയി, അത് 0 ആയിപ്പോയി. അതിന്റെ കൂടെ എക്സ് ഇല്ല, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 ആയി പോകും. അതേസമയം ഈ എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എടുക്കാൻ 2x ആയിട്ട് മാറും. അതുപോലെ ഡോ യു ബൈ ഡോ വൈ പറയുമ്പോഴോ എക്സിന്റെ ടേം എല്ലാം കോൺസ്റ്റന്റ് ആണ്, ഇത് 0 ആയി പോകും. ഇത് എ വൈ സ്ക്വയർ എന്നുള്ളത് നമുക്ക് 2ay എന്ന് വിളിക്കാൻ പറ്റും. നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്ന ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഓക്കെ, സോ ഡോ യു ബൈ ഡോ എക്സ് 2x, ഡോ യു ബൈ ഡോ വൈ 2ay, അതുപോലെ ഡോ വി ബൈ ഡോ എക്സ് dy, ഡോ വി ബൈ ഡോ വൈ bx.
പിന്നെന്താ നമുക്ക് അറിയാം ഇത് രണ്ടും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ മതി. ഡോ യു ബൈ ഡോ എക്സും ഡോ വി ബൈ ഡോ വൈയും സെയിം ആയിരിക്കും. ഇതും സെയിം ആയിരിക്കും ബൈ കോഷി റീമാൻ ഇക്വേഷൻ. സോ 2x = bx നമുക്ക് എടുക്കാം, അതിനകത്ത് b2 എന്ന് കിട്ടും. അതുപോലെ 2ay = -by എന്ന് പറയാം, അതിനകത്ത് നമുക്ക് b യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് a യുടെ വാല്യൂ -1 എന്ന് കിട്ടും. സോ b2 a -1 ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അനലിറ്റിക് ഫംഗ്ഷൻ വെച്ചിട്ട് ഒരു പ്രോബ്ലം നമ്മൾ ചെയ്ത് നോക്കിയത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അടുത്ത ടോപ്പിക്ക് ഹാർമോണിക് ഫംഗ്ഷൻ. ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് സാറ്റിസ്ഫൈസ് ലാപ്ലേസ് ഇക്വേഷൻസ് ഇൻ 2 ഡയമെൻഷൻ. ലാപ്ലേസ് ഇക്വേഷൻ ഇൻ 2 ഡയമെൻഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷനെയാണ് നമ്മൾ ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞത് ലാപ്ലേസ് ഫംഗ്ഷന്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മൾ അതുപോലെ ഹീറ്റ് ഇക്വേഷന്റെ കാര്യം, വേവ് ഇക്വേഷന്റെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി കാൽക്കുലസിൽ പറഞ്ഞായിരുന്നു അല്ലെ. ഇവിടെ കാൽക്കുലസിലെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ പറഞ്ഞായിരുന്നു. ഇവിടെ വരുന്നത് ലാപ്ലേസ് ഇക്വേഷൻ 2D എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അതായത് ഇത്രയേ ഉള്ളൂ, dou square phi by dou x square plus dou square phi by dou y square where phi is a harmonic function. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 0 കിട്ടണം. അപ്പം ഒരു ഫംഗ്ഷൻ ഈ ലാപ്ലേസ് ഇക്വേഷൻ ഇൻ 2 ഡയമെൻഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹാർമോണിക് ഫംഗ്ഷൻ. ഓക്കെ, ഒന്നുമില്ല, 2 പ്രാവശ്യം ഫൈനെ ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ്, പ്ലസ് 2 പ്രാവശ്യം വൈയിലെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു ഫൈനെ. അതിനുശേഷം രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ഹാർമോണിക് ഫംഗ്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. എന്താണ് ആ പ്രോബ്ലം? എന്തിനാണ് ഞാൻ ഹാർമോണിക് ഫംഗ്ഷൻ ഇപ്പോൾ പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ഉടനെ പറഞ്ഞുതരാം. ഓക്കെ, അതിനു മുന്നേ നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. സോ വാല്യൂ ഓഫ് m ഫോർ വിച്ച് ദ ഫംഗ്ഷൻ 2x മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് my സ്ക്വയർ ഈസ് ഹാർമോണിക്. ഇത് ഹാർമോണിക് ആവാനുള്ള രീതിയിൽ എമ്മിന്റെ വാല്യൂ എന്തായിരിക്കും എന്ന് ചോദിച്ചിരിക്കണം. സിമ്പിൾ ആണ്, നമ്മൾ ഈ ഒരു സംഭവം ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കണം. ഞാൻ ഒരു പ്രാവശ്യം ഞാൻ അങ്ങ് ഓൾറെഡി ചെയ്തു. അപ്പം 2x മൈനസ് എക്സ് സ്ക്വയർ ആണല്ലോ, ഇത് ടോട്ടൽ ആണല്ലോ നമ്മുടെ ഫൈ എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് സംഭവിക്കും, എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ എക്സിന് ടേം ഇല്ല, ഇത് ക്യാൻസൽ ആയി പോയി. ഇവിടെ 2x മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, the value of m for which function 2x minus x square plus my square is harmonic. So double derivative. Okay, അതെ, ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? my സ്ക്വയർ ഇങ്ങനെ എടുത്താൽ മതി. അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് 2x മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് my സ്ക്വയർ എന്താ നമ്മൾ എടുക്കുന്നു. ഓക്കെ, അതിന് വീണ്ടും ഡെറിവേറ്റീവ് എടുക്കണം, 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കണം പ്ലസ് 2 പ്രാവശ്യം ഈ സെയിം സാധനം വൈയിലും ഡെറിവേറ്റീവ് എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. എക്സിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x എന്നുള്ളത് 2 ആവും, എക്സ് സ്ക്വയർ എന്നുള്ളത് മൈനസ് 2x ആവും. ഓക്കെ, my സ്ക്വയർ പോകും. അതാണ് എഴുതിയേക്കുന്നത്. പിന്നെ ഒന്നുകൂടെ ഡെറിവേറ്റീവ് ഉണ്ട്, അതുകൊണ്ട് ഡോ ബൈ ഡോ എക്സ് ഓഫ് 2 മൈനസ് 2x എഴുതിയേക്കുന്നത്, പ്ലസ് അതുപോലെ ഡോ ബൈ ഡോ വൈ ഓഫ് ആ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓൾറെഡി ഞാനങ്ങ് ചെയ്ത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇതും പോയി, കാരണം y ടേം രണ്ടും ഇല്ല, രണ്ടും കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 ആയിരിക്കും. പിന്നീട് my സ്ക്വയർ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് 2my നമുക്ക് കിട്ടുകയും ചെയ്യും. കണ്ടോ? അങ്ങനെ ഈ ഒരു ഫുൾ സാധനം ഈക്വൽ ടു 0 എന്ന് വരാം. അങ്ങനെ അതിനകത്ത് നമുക്ക് വീണ്ടും നമ്മൾ ഡെറിവേറ്റീവ് വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? 2 മൈനസ് 2x എന്ന് പറഞ്ഞാൽ -2 ആയിരിക്കും, കാരണം 2 പോകും, -2 മാത്രം ബാക്കി നിൽക്കും. പ്ലസ് 2my എന്നുള്ള സാധനത്തിനകത്ത് എന്താ പറയുക, 2m കോൺസ്റ്റന്റ് ആണ്, y പോകും. സോ 2m എന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ 0 ഇവിടെ 2m = 2 എന്ന് m = 1 കിട്ടും. ജസ്റ്റ് ഡെറിവേറ്റീവ് ആണ്, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയതും, ഒരുപാട് ഫോഴ്സ് കൊടുക്കാത്തതുകൊണ്ടാണ്. സോ അങ്ങനെയാണ് m 1 ആകുമ്പോഴായിരിക്കും ഈ ഒരു സാധനം ഹാർമോണിക് ആവുന്നത്. അങ്ങനെ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആവാനുള്ള കണ്ടീഷനും ഒരു ഫംഗ്ഷൻ ഹാർമോണിക് ആവാനുള്ള കണ്ടീഷനും നമ്മൾ മനസ്സിലാക്കി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ അനലിറ്റിക് ഫംഗ്ഷനും ഹാർമോണിക് ഫംഗ്ഷൻസ് ആണ്, എന്നാൽ എല്ലാ ഹാർമോണിക് ഫംഗ്ഷൻസും അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ നമുക്ക് ഹാർമോണിക് ഇക്വേഷനും അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് ഓർക്കുക. ഓക്കെ, അതിനാണ് ഞാൻ ഹാർമോണിക് മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു ഫംഗ്ഷൻ ഹാർമോണിക് ആണെന്നുകൊണ്ട് അനലിറ്റിക് ആണെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ഹാർമോണിക് ആയിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അതും മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. ഇത് വീണ്ടും ഞാൻ പറഞ്ഞു, കുറച്ച് ക്വസ്റ്റ്യൻസ്
പല പ്രൊസീജിയേഴ്സിൽ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു പ്രൊസീജിയറാണ് നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, വിൽ ജസ്റ്റ് സീ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്, ഫോർ അനലിറ്റിക് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വി ഇവിടെ യു പ്ലസ് ഐ വി, ഇങ്ങനെ ഒരു അനലിറ്റിക്കൽ ഫംഗ്ഷനകത്ത് യുവിൻ്റെ വാല്യൂ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, 3x² - 3y² എന്ന് പറയുന്നുണ്ട്. പക്ഷേ വി കണ്ടുപിടിക്കുക, ഫൈൻഡ് എക്സ്പ്രഷൻ ഫോർ വി എന്നുള്ളതാണ് നമ്മുടെ ഐഡിയ, നമ്മുടെ ക്വസ്റ്റ്യൻ കെ കോൺസ്റ്റന്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇത് ചെയ്യുന്ന വഴിക്ക് ഞാൻ ഇതുപോലെ വരാൻ സാധ്യതയുള്ള വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞു പോകുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. നമുക്ക് നോക്കാം ഏതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആകെ അറിയാവുന്ന ഒറ്റ കാര്യം ഇത് മാത്രമല്ല അനലിറ്റിക് ആണെന്ന് നമുക്കറിയാം. അനലിറ്റിക് ആണെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് എന്തായാലും എഴുതാൻ പറ്റും, അതുപോലെ ഇത് എഴുതാൻ പറ്റും. സോ യു ഈസ് ഈക്വൽ 3x² - 3y² നമുക്കറിയാം. ഡോ യു ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ഡോ വി ബൈ ഡോ വൈ നമുക്കറിയാം. ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ മൈനസ് ഡോ വി ബൈ ഡോ എക്സ് നമുക്കറിയാം. ഇത്രയും കാര്യം നമുക്കറിയാം. എഫ് ഓഫ് ഇസഡ് യു പ്ലസ് ഐ വി ആണ് അല്ലേ. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഡെറിവേറ്റീവ് എടുക്കുക, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, എത്രയേ ഉള്ളൂ. ഡെറിവേറ്റീവ് എടുക്കുക, ബേസിക്കലി രണ്ട് കാര്യങ്ങളുള്ളൂ, ഡെറിവേറ്റീവ് എടുത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു സംഭവം ചെയ്യും, നമ്മുടെ വി എന്ന് പറഞ്ഞ ടേംസ് ഒക്കെ നമ്മൾ ഒഴിവാക്കി കളയും, പകരം യുവിൻ്റെ ടേംസ് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രൊസീജിയർ പറഞ്ഞുതരാം, മനസ്സിലാവും, ഈസി ആയിട്ട് മനസ്സിലാവും. സോ ഫസ്റ്റ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, എഫ് ഡാഷ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡി വി ബൈ ഡോ വി ബൈ ഡോ എക്സ്. എക്സിൻ്റെ ടേംസിലാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വൈൻ്റെ ടേംസിലും ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ എക്സിൽ ചെയ്യേണ്ടതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനം നമ്മൾ ഇതിനെ ഇസഡിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഒരു പരിപാടിയുണ്ട്. അത് ചെയ്യണമെങ്കിൽ എക്സിൽ ഡെറിവേറ്റ് ചെയ്തെങ്കിൽ നമുക്ക് ആ ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് ഇസഡിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് എപ്പോഴും എക്സിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ എഫ് ഓഫ് ഇസഡ് ഈക്വൽ യു പ്ലസ് ഐ വി, എഫ് ഡാഷ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ആണ്. ഇനി നമുക്ക് ഡോ യു ബൈ ഡോ എക്സ് ഓൾറെഡി നമുക്ക് യു ഉള്ളതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷേ ഡോ വി ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാൻ പറ്റും കാരണം വി നമുക്കില്ല. പക്ഷേ ഡോ വി ബൈ ഡോ എക്സ് നമുക്ക് യുവിന് ടേംസ് എഴുതാൻ പറ്റും, കാരണം എന്താ, ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ വൈ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഇതിനെ മാറ്റി എഴുതാം. സോ ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് മൈനസ് ഐ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ നമുക്ക് എഴുതാം. ഡോ യു ബൈ ഡോ എക്സ് നമ്മൾ ചെയ്യുമ്പോൾ 6x കിട്ടും പ്ലസ് ഐ ടൈംസ് ഓഫ് 3y²ൻ്റെ ഡോ യു ബൈ ഡോ വൈ എടുക്കുമ്പോഴത്തേക്ക് 6y എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ഇതിനെ x6 എന്ന് പറഞ്ഞ് 6 ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെ എഫ് ഡാഷ് എന്ന് പറഞ്ഞാൽ -6ez ആയിരിക്കും. എന്തുകൊണ്ടാണ് എക്സ് പ്ലസ് ഐ വൈ ഇസഡ് ആണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പം ചില സമയത്ത് ഈ ഡയറക്റ്റ് നമുക്ക് എക്സ് പ്ലസ് ഐ വൈ എന്ന് ഡയറക്റ്റ് നമുക്ക് നമ്മുടെ എഫ് ഡാഷ് ഇസഡ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമുക്ക് അതിന് പകരം ഇസഡ് ഇട്ട് കൊടുത്താൽ മതിയാവും. പക്ഷേ ചില കേസിൽ ഇതൊരു വലിയ കോംപ്ലക്സ് സാധനമായിരിക്കും, നമ്മൾ എക്സ് പ്ലസ് ഐ വൈ ആക്കി എടുക്കാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും, ഒരു പർട്ടിക്കുലർ ടേം ആക്കി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എക്സിൽ ഡെറിവേറ്റീവ് എടുക്കണം. കാരണം എക്സിൽ ഡെറിവേറ്റീവ് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇവിടെ നമുക്ക് എക്സ് കിടക്കുന്ന എക്സുകൾ ഉണ്ടല്ലോ, അതിന് പകരം ഇസഡ് ഇട്ടിട്ട് വൈനെ 0 ആക്കി കൊടുത്താൽ നമുക്ക് ഇസഡ് കിട്ടും. അത് ഈ ഒരു കേസിൽ നമുക്ക് എക്സ് പ്ലസ് ഐ വി ഡയറക്റ്റ് ഇസഡ് എന്ന് എടുക്കാൻ പറ്റും. പക്ഷേ വേറെ ഒരു കേസ് നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വരും, അവിടെ നമ്മൾ എക്സിന് പകരം ഇസഡ് ഇടുകയും വൈക്ക് പകരം 0 ഇടുകയും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ഈ ഒരു സാധനം കിട്ടും. അതൊരു ട്രിക്കാണ്. ഓക്കെ, ആ ട്രിക്കിന് പക്ഷേ എന്ത് ചെയ്യണം, എഫ് ഓഫ് ഇസഡിനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് ഡെറിവേറ്റീവ് എടുക്കണം എന്നുള്ളതായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ. സോ 6x പ്ലസ് ഐ വൈ എന്നുള്ള സാധനം നമ്മൾ 6z ആണ്. ഇവിടെ തന്നെ നമ്മൾ എക്സിന് പകരം ഇസഡ് ഇട്ടിട്ട് വൈക്ക് വരെ 0 ഇടുവാണെങ്കിൽ നമുക്ക് ഇസഡ് കിട്ടും. ഓക്കെ, അതൊരു ട്രിക്കാണ്. സോ എഫ് ഡാഷ് ഇസഡ് ഇസ് ഈക്വൽ ടു 6z. സോ നമ്മൾ ആദ്യം ഡെറിവേറ്റീവ് എടുത്ത് ഇസഡിന്റെ ടേംസിലാക്കി, ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ്. സോ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കും, എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ 6z തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇസഡ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ z²/2. സോ 6z²/2 പ്ലസ് ഇവിടെ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കോൺസ്റ്റന്റ് ഇടണം. ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, ആ കോൺസ്റ്റന്റ് നമുക്ക് ബി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഐ ഇൻറ്റു എ കോൺസ്റ്റന്റ് പറഞ്ഞിടുക. സമയം യു തന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെറും കോൺസ്റ്റന്റ് ഇടുക. യുവും വി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ C1 പ്ലസ് IC2 എന്നുള്ള രീതിക്ക് നമ്മൾ ഇടുക. അതാണ് അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ വന്നത്. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, എക്സിന് ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് എക്സിന് പകരം ഇസഡ് കൊടുക്കുക, വൈക്ക് പകരം 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇസഡിന്റെ ടേംസ് കിട്ടും. പിന്നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കോൺസ്റ്റന്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് തന്നേക്കുന്നത് യു ആണെങ്കിൽ നമുക്ക് വിയുടെ കൂടാണ് ഐ ഉള്ളത്, അപ്പം ഐ ഇൻറ്റു കോൺസ്റ്റന്റ് നമ്മൾ എടുക്കുക. അതേസമയം വി തന്നേക്കുന്നെങ്കിൽ നമുക്ക് വെറും യു ആണുള്ളത്, നമുക്ക് വെറും കോൺസ്റ്റന്റ് നമ്മൾ എടുക്കുക. നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ഇഷ്ടമല്ല, ഐ മീൻ പ്രോബ്ലത്തിൽ കൃത്യമായിട്ട് വരുന്ന കണക്ക് എടുക്കണം. ഐയും വി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ C1 പ്ലസ് IC2 നമ്മൾ എടുക്കണം. അപ്പം ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. 3 ടൈപ്പ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ കേസിൽ വി ആണ് തന്നിട്ടില്ലാത്തത്, അപ്പോൾ നമ്മൾ IC നമ്മൾ എടുക്കുന്നു. IC എന്ന് പറഞ്ഞാൽ IK. എനിവേ
നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി കോൺസ്റ്റന്റ് എടുക്കാൻ വേണ്ടി വരും. സോ എഫ് ഓഫ് ഇസ് ഇക്വൽ ടു 6z² 2 + IC നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിനകത്ത് നമ്മൾ ഇസഡിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 6 × x + iy/2 ഈ x + iy the whole square all by 2 + IC എന്ന് വരും. നമ്മളതിനെ 6/2 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 ടൈംസ് ഓഫ് ഇതിനെ സ്ക്വയർ എടുക്കുമ്പം x² - y² + 2ixy എന്ന് കിട്ടും. അങ്ങനെ a + b the whole square ചെയ്യുമ്പോൾ അത് കിട്ടും. പ്ലസ് IC എന്ന് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാറ്റിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ i എന്ന് പറഞ്ഞ ടേംസിനെ മാറി ഒരുമിച്ചും i ഇല്ലാത്ത ടേംസിനെ ഒരുമിച്ച് എടുക്കുമ്പോൾ 3x² - 3y² പ്ലസ് i ടൈംസ് ഓഫ് 6xy പ്ലസ് c എന്ന് നമുക്ക് കിട്ടും. അതിനകത്ത് u നമുക്ക് നേരത്തെ ഇവിടെ നമ്മൾ ഏത് u ആണ് എടുത്ത് ആ u തന്നെ നമുക്ക് ഇവിടെ വരത്തുള്ളൂ. ആ u തന്നെ വരത്തുള്ളൂ. അത് ഗ്യാരണ്ടീഡ് ആണ്. കാരണം ആ രീതിക്ക് നമ്മൾ ഈ പ്രൊസീജിയർ പോണത്. അതുപോലെ b യുടെ വാല്യൂ നമുക്ക് കിട്ടും 6xy പ്ലസ് c. ഈ കേസിൽ സിക്ക് പകരം k കൊടുത്തേക്കുന്നുണ്ട്. ഈ ഓപ്ഷൻസിനകത്ത് സിക്ക് പകരം k കൊടുത്തേക്കുന്നുണ്ട്. 6xy പ്ലസ് k ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ എന്താ നമ്മൾ ബേസിക്കലി ചെയ്തത് എന്താണ്? ആദ്യം ആ ഫംഗ്ഷനെ അങ്ങോട്ട് എടുത്തു വെച്ചു, അതിന്റെ ഡെറിവേറ്റീവ് എടുത്തു, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു, അത്ര ചെയ്തോളൂ. പക്ഷേ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സിൽ ഡെറിവേറ്റീവ് എടുക്കുക. അതിനുശേഷം നമുക്ക് ഈസിന്റെ ടേംസിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് x + iy വരുന്നതെങ്കിൽ നമുക്ക് ഈസിൽ ഡയറക്റ്റ് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ എക്സിന് പകരം ഈസിൽ എടുത്തിട്ട് വൈക്ക് പകരം 0 കൊടുക്കുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കോൺസ്റ്റന്റ് ഇടുന്നതായിട്ട് ശ്രദ്ധിക്കുക. എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം? ഒന്ന് u നമുക്ക് തന്നിട്ട് u തന്നേക്കുന്ന v തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് i ആണ് v യുടെ കൂടെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് IC എന്നൊരു കോൺസ്റ്റന്റ് എടുക്കുക. അതേസമയം v തന്നിട്ടുണ്ട് u തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ u ന്റെ കൂടെ i വരുന്നില്ല. അതുകൊണ്ട് വെറും കോൺസ്റ്റന്റ് എടുക്കുക. u v തന്നിട്ടില്ലെങ്കിൽ C1 + IC2 എന്ന് എടുക്കുക. ഓക്കെ, അത്രയും കാര്യം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്തിട്ട് i യുടെ ടേംസിനെ ഒരുമിച്ചും u മറ്റേ ടേംസിനെ ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് u നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന u തന്നെ കിട്ടും. ഇനി v തന്നേക്കുന്ന നമുക്ക് തന്നേക്കുന്ന v തന്നെ കിട്ടും. പ്ലസ് ഇവിടെ നമുക്കൊരു സാധനം കിട്ടും, ഒരു കോൺസ്റ്റന്റ് കൂടെ ചേർത്ത് ഒരു വാല്യൂ സാധനം കിട്ടും. അത് നമ്മൾ എടുക്കുക. ഈ കേസിൽ ഇവിടെയാണ് നമുക്ക് കോൺസ്റ്റന്റ് കൂടെ ചേർത്ത് ഈ 6xy പ്ലസ് c തന്നേക്കുന്നത്. സോ 6xy പ്ലസ് k ആണ് നമ്മുടെ ആൻസർ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു പ്രൊസീജിയർ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. പക്ഷേ പ്രൊസീജിയർ മറന്നുപോയാൽ നമുക്ക് ബുദ്ധിമുട്ടും. അതുകൊണ്ട് പ്രൊസീജിയർ ആണ് ഇവിടെ ഇമ്പോർട്ടന്റ്, ഇക്വേഷൻ അല്ല. ഇക്വേഷനേക്കാൾ 2 മടങ്ങ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊസീജിയർ ആണ്. പ്രൊസീജിയർ മനസ്സിലാക്കി ശ്രമിക്കുക. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇച്ചിരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും നമുക്ക് അനലിറ്റിക് ഫംഗ്ഷൻ ആണെന്ന് പറയുന്നത്. ഇത് 4 അല്ല, അനലിറ്റിക് ഫംഗ്ഷൻ ഓൾറെഡി ഇവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വിസയുടെ u + iv എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് യുവിന്റെ വാല്യൂയോ വിന്റെ വാല്യൂയോ തന്നാൽ നമുക്ക് കണ്ടുപിടിക്കാൻ, നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ മേഖല നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം യുവും വിയും തന്നിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ട് u + v തന്നിട്ടുണ്ട് 2x × 1 - y എന്നുള്ളത്. ഫൈൻഡ് f of z in terms of z എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്. നമുക്ക് f of z നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം f' z കണ്ടുപിടിക്കാം. വിത്ത് റെസ്പെക്ട് ടു x ആണ് പറഞ്ഞു, എക്സിൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് കണ്ടുപിടിക്കണം. അതിനുശേഷം അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ വഴി. അപ്പം ഇത് u + iv ആണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ∂u/∂x പ്ലസ് i ടൈംസ് ഓഫ് ∂v/∂x. ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഇതുണ്ടെങ്കിലേ നമുക്ക് ഈ സാധനം കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താലേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. ഇതാണ് ദ ബേസിക് പ്രൊസീജിയർ. നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ് ചെയ്ത അതേ പ്രൊസീജിയർ ആണ് ഇവിടെയും ചെയ്യേണ്ടത്. നിങ്ങൾ സ്വയം ചെയ്തു നോക്കൂ, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, എന്തായാലും ഇതാണ് നമ്മുടെ ആ ഒരു മെത്തേഡ്. ഈ മെത്തേഡ് ഒന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കൂ. പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. കാരണം നമുക്ക് u + v നമ്മുടെ ഉണ്ട്. കാരണം നമുക്ക് ∂u/∂x ഉം ∂v/∂x ഉം കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ഈ രണ്ട് സാധനം ഉണ്ട്. പിന്നെ നമുക്ക് അറിയാവുന്ന അനലിറ്റിക്കൽ ആണ്. അനലിറ്റിക്കൽ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഫോർമുല. നമുക്കറിയാം ∂u/∂x = ∂v/∂y. അതുപോലെ ∂u/∂y - −∂v/∂x. ഈ രണ്ട് ഫോർമുലയും നമ്മളുണ്ട്. ഇത്രയും സാധനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സൊല്യൂഷൻ എത്താൻ പറ്റുമോ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് പാസ് ചെയ്ത് നോക്കിയിട്ട് പിന്നെയും വരും. ഓക്കെ, സോ നമുക്കറിയാവുന്ന എന്തൊക്കെയാണ്? u + v ഓൾറെഡി അറിയാം. അതിനെ ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2x - 2xy നമുക്ക് എഴുതാൻ പറ്റും. അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന വെച്ചാൽ അല്ലെങ്കിൽ നമ്മളിവിടെ പ്രോഡക്റ്റ് റൂളൊക്കെ ഉപയോഗിച്ച് ബുദ്ധിമുട്ടും. അതുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടേംസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടി അങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയത്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോണ ശ്രദ്ധിക്കുക. ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോണ കാര്യം എക്സിൽ ഞാൻ ഈ u + v നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. അതിനുശേഷം ഞാൻ ഈ സെയിം u + v നെ y-യിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള കാര്യമായി ചെയ്യാൻ പോകണം. അപ്പം ഇത് എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സംഭവിക്കും. നമുക്കറിയാം 2x
മൈനസ് 2xy നമ്മൾ ഡിഫറൻഷിയേറ്റ് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ഇത് 2 ആവും, കാരണം എക്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ 2y നമുക്ക് കോൺസ്റ്റന്റ് എടുക്കാൻ പറ്റും, മൈനസ് 2y എന്ന് വിളിക്കാൻ പറ്റും. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം എക്സിനെ നമ്മൾ യു പ്ലസ് വിനെ എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്തു, മനസ്സിലായല്ലോ. ഇനി നമ്മൾ യു പ്ലസ് വിനെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ അതും നമുക്ക് ഓൾറെഡി നിങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ അറിയാം. മൈനസ് 2x ആൻസർ കിട്ടും, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് വേണ്ടുന്ന ആരൊക്കെയാ? നമ്മൾ നേരത്തെ പറഞ്ഞു വേണ്ടുന്ന ആൾക്കാർ എന്താ? വേണ്ടുന്ന ആൾക്കാർ ഡോ യു ബൈ ഡോ എക്സിനെ വേണം, അതുപോലെ ഡോ വി ബൈ ഡോ എക്സിനെയും വേണം. ഈ രണ്ടിനെയും വേണം. ഇവിടെ ഡോ യു ബൈ ഡോ എക്സ് നമുക്ക് ഓൾറെഡി ഉണ്ട്. ഡോ വി ബൈ ഡോ എക്സ് നമുക്ക് ഈ ഒരു ടേമിൽ മാത്രമേ ഉള്ളൂ, ഈ ഒരു ടേമിൽ അവനില്ല. അപ്പോൾ നമുക്ക് ഈ രണ്ട് ആൾക്കാരെയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്തൊക്കെയാണെന്ന് അറിയേണ്ടത്. ഈ രണ്ട് ആൾക്കാരെ ഇൻഡിവിജ്വൽ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കുക, ആൻസർ എടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ പ്രൊസീജിയർ. സോ വാട്ട് വി ആർ ഡൂയിങ്, നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റീമൻ ഡിമാൻ ഇക്വേഷൻ അല്ലെങ്കിൽ അനലിറ്റിക്കൽ ആണ് ചെക്ക് ചെയ്യുന്ന ഇക്വേഷൻസ് ഉപയോഗിച്ച്, അതായത് ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ എന്നും ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് ഇവനുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് ഇവിടെ ഡോ യു ബൈ ഡോ വൈ ആണ്. അപ്പം ഡോ യു ബൈ ഡോ വൈനെ നമുക്ക് മൈനസ് ഡോ വി ബൈ ഡോ എക്സ് എന്ന് വിളിക്കാം. അങ്ങനെ ഞാൻ ഇതിനെ മൈനസ് ഡോ വി ബൈ ഡോ എക്സ് എന്ന് വിളിച്ച്, ഈ മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ഇവിടെ ഉണ്ട്. നമുക്ക് വേണ്ടുന്ന രണ്ടുപേരിനകത്ത് ഒരാൾ മൈനസ് ഡോ വി ബൈ ഡോ എക്സോ ഈ ഡോ വി ബൈ ഡോ എക്സോ ആണ്. അപ്പോൾ ഞാൻ ഇതിനെ മൈനസ് ഡോ വി ബൈ ഡോ എക്സ് എന്ന് വിളിച്ചു. അതുപോലെ ഈ ഡോ വി ബൈ ഡോ വൈനെ ഞാൻ ഡോ യു ബൈ ഡോ എക്സ് വിളിക്കും, കാരണം നമുക്കറിയാം ഡോ യു ബൈ ഡോ എക്സ് ഡോ വി ബൈ ഡോ വൈ ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് മാറ്റി. അപ്പം ഈ രണ്ട് ആൾക്കാരുടെ ടേംസിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി, പ്ലസും മൈനസ് എന്നുള്ള രീതിയിൽ കിട്ടി. അപ്പോൾ നമുക്ക് ഈ രണ്ട് ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ട് ആർക്കും മനസ്സിലാവും. സമ്മും ഡിഫറൻസും എടുത്താൽ മതി. അല്ലേ, സമ്മും ഡിഫറൻസും എടുത്താൽ പോരെ. അപ്പോൾ നമുക്ക് സം എടുക്കാം. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 നോക്കാം ആദ്യം. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 നമ്മൾ ആദ്യം നോക്കുവാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡോ യു ബൈ ഡോ എക്സ് രണ്ട് പ്രാവശ്യം വരും. സോ 2 ടൈംസ് ഓഫ് ഡോ യു ബൈ ഡോ എക്സ്. ഈ ഡോ വി ബൈ ഡോ എക്സും മൈനസ് ഡോ വി ബൈ ഡോ എക്സും ക്യാൻസൽ ആയി പോകും. ഈസിക്കൽ ടു 2 മൈനസ് 2y മൈനസ് 2x. 2 മൈനസ് 2y മൈനസ് 2x. അല്ലാന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് പറയാം ഡോ യു ബൈ ഡോ എക്സ് ഈസിക്കൽ ടു എന്താ 1 മൈനസ് y മൈനസ് എക്സ്. അതുപോലെ അടുത്ത സ്റ്റെപ്പ് ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 ചെയ്താൽ എന്ത് സംഭവിക്കും? ഇക്വേഷൻ നമ്പർ 1 ഇതാണ്. ഓക്കെ, അത് നമ്മൾ ഇതിനകത്ത് സബ്ട്രാക്ട് ചെയ്താൽ ഇത് പ്ലസ് ആവും, ഓക്കെ, ഇത് മൈനസ് ആവും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി, ഇത് പ്ലസ് ആവും. അപ്പം നമ്മൾ ആദ്യം സൈൻ മാറ്റിയിട്ട് ആഡിഷൻ ആണ് നമ്മുടെ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതിനെ സൈൻ മാറ്റി ഇത് പ്ലസ് ആക്കി, ഇത് മൈനസ് ആക്കി, ഇത് പ്ലസ് ആക്കി. നമ്മൾ റെഡ് ഇട്ട് ചെയ്യാനില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. സോ റെഡ് ഇട്ട് ഞാൻ ഇതിനെ പ്ലസ് സൈൻ ആക്കി, ഇതിനെ മൈനസ് സൈൻ ആക്കി, ഇതിനെ പ്ലസ് സൈൻ ആക്കി, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പം ഡോ യു ബൈ ഡോ എക്സും മൈനസ് ഡോ യു ബൈ ഡോ ബൈ എക്സും കൂടെ ക്യാൻസൽ ആവും. ഡോ വി ബൈ ഡോ എക്സും ഡോ വി ബൈ ഡോ എക്സും കൊണ്ട് അപ്പോൾ 2 ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് നമുക്ക് വിളിക്കാൻ പറ്റും. സോ ഇത് 2 ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് നമുക്ക് വിളിക്കാൻ പറ്റും. ഈസിക്കൽ ടു ഫസ്റ്റ് വൺ അത് അതുപോലെ എഴുതാം, 2 മൈനസ് 2y ഇവിടെ പ്ലസ് 2x ആവും, which implies ഡോ വി ബൈ ഡോ എക്സ് ഈസിക്കൽ ടു എന്താണ്? ഡോ വി ബൈ ഡോ എക്സ് ഈസിക്കൽ ടു എന്താണ്? 1 മൈനസ് വൈ പ്ലസ് എക്സ്. അങ്ങനെ നമുക്ക് രണ്ട് ആൾക്കാരെ ഡോ വി ബൈ ഡോ എക്സിനെയും ഡോ വി ബൈ ഡോ എക്സിനെയും ഡോ യു ബൈ ഡോ എക്സിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ കയ്യിലെടുത്തു. ഓക്കെ 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 സോ അപ്പം നമുക്ക് കിട്ടി, നമുക്ക് ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ എക്സിനെ നമ്മൾ വേണ്ടത് രണ്ട് ആൾക്കാരെ കിട്ടി. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ ആവും. സോ ഡോ യു ബൈ ഡോ എക്സ് നമ്മുടെ ഉണ്ട്, ഡോ വി ബൈ ഡോ എക്സ് നമ്മുടെ ഉണ്ട്. എഫ് ഓഫ് ഇസഡ് യു പ്ലസ് ഐ വി എന്നറിയാം. സോ എഫ് ഡാഷ് ഇസഡ് ഞാൻ എക്സിനെ ടേംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ഡോ വി ബൈ ഡോ എക്സ് നമുക്കറിയാം 1 ഇതിനെ നമ്മൾ ചെയ്ത് വെച്ചിട്ട് 1 മൈനസ് വൈ മൈനസ് എക്സ് പ്ലസ് ഐ ടൈംസ് ഓഫ് 1 മൈനസ് വൈ പ്ലസ് എക്സ്. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ഇതിനെ ഡയറക്റ്റ് ആയിട്ട് ഇതിനെ ഇസഡ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ട്രിക്ക് ഉപയോഗിക്കും. എക്സിന് വരെ ഇസഡ് കൊടുത്ത് വൈക്ക് വരെ സീറോ കൊടുത്താൽ നമുക്ക് ഇതിനെ ടേംസ് ഇത് ഓട്ടോമാറ്റിക് ആയിക്കും. അതൊരു ട്രിക്കാണ്, അങ്ങനെ ചെയ്താൽ മതി. സോ എക്സിന് പകരം ഇസഡ് കൊടുക്കുന്നു, വൈക്ക് വരെ സീറോ കൊടുക്കുന്നു, നമുക്ക് എഫ് ഡാഷ് ഇസഡ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. ഓക്കെ, അതിനെ നമ്മൾ പിന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഇസഡ് എന്ത് കിട്ടും? 1നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇസഡ് മൈനസ് ഇസഡ് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇസഡ് സ്ക്വയർ ബൈ 2 പ്ലസ് ഐ ടൈംസ് ഓഫ് 1 ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇസഡ് പ്ലസ് ഇസഡ് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇസഡ് സ്ക്വയർ ബൈ 2 ടോട്ടൽ പ്ലസ് കോൺസ്റ്റന്റ്.
അങ്ങനെ നമുക്ക് എഫ് ഓഫ് ഇസഡ് നമുക്ക് കിട്ടും. ഇസഡിന്റെ ടേംസിൽ എഫ് ഓഫ് ഇസഡിനെ കിട്ടും. നമ്മുടെ ചോദ്യവും ഫൈൻഡ് എഫ് ഓഫ് ഇസഡ് ഇൻ ടേംസ് ഓഫ് ഇസഡ് എന്നുള്ളതായിരുന്നു. അപ്പോൾ അത്ര സിമ്പിൾ ആണ്. നമ്മൾ ഈ രണ്ട് ആൾക്കാരെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് ആൾക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം ഈ ആൾക്കാരെ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഇസഡിന്റെ ടേംസ് ചാൻസ് ഉണ്ടാക്കുന്നത് സെക്കൻഡ് സ്റ്റെപ്പ്. ഇതാണ് മെയിൻ പ്രൊസീജിയർ. ഉള്ള ഒരു ഇത്തിരി ഡിഫിക്കൽട്ട് ഒരു ക്വസ്റ്റൻ വന്നിട്ടുള്ളതിനകത്ത് ഉള്ള ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് ഒരു ക്വസ്റ്റൻ ആണ് ഇത്. പക്ഷേ അത്ര ഡിഫിക്കൽട്ട് ഒന്നുമല്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റനേ ഉള്ളൂ. ഒരുപാട് കാൽക്കുലേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല, പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് ആൻസർ ആയി പോവുകയും ചെയ്യും. സോ അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അടുത്ത നമുക്കൊരു മിസ്ലേനിയസ് ടോപ്പിക്ക് നോക്കാം, ലാപ്ലേസ് ട്രാൻസ്ഫോം. ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇത് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിനകത്ത് ചോദിക്കുന്ന രീതി, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഐഡിയാസ് ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിന് നമുക്ക് തരാം. അതേ പ്ലസ് കുറച്ചുകൂടെ ഞാൻ പറയാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ബേസിക്കലി ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനെ നമ്മൾ വേറൊരു രീതിയിലേക്ക് മാറ്റുന്നതാണ്, ഒരു ഡൊമൈനിൽ നിന്ന് വേറൊരു ഡൊമൈനിലേക്ക് മാറ്റുന്നതാണ് പറയാൻ പറ്റുന്നത്. അതിൻ്റെ വീണ്ടും അതിൻ്റെ ഒരുപാട് ഗാഢമായ അതിൻ്റെ ഫിസിക്സിലോട്ടും നമ്മൾ പോകുന്നില്ല. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ യൂസിലേക്കും ഒന്നും നമ്മൾ പോകുന്നില്ല. അതിൻ്റെ വരുന്ന രീതിയെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഉണ്ടെങ്കിൽ അതിൻ്റെ ലാപ്ലാസ് ഓഫ് എ ഫംഗ്ഷനെ നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അതായത് എസ് ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും മിക്കവാറും വരാറ്. അത് റിയൽ പാർട്ട് ഓഫ് ദാറ്റ് കോംപ്ലക്സ് നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ ഈ ഒരു ഇക്വേഷൻ വരെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്റഗ്രൽ 0 to infinity e raised to minus st f of t dt എന്നാണ് ആ ഒരു ഫോർമുല. ഓക്കെ, അതാണ് ഫസ്റ്റ് കാര്യം മനസ്സിലാക്കുന്നത്. 0 to infinity ഇന്റഗ്രൽ e raised to minus st f of t dt. ഓക്കെ, ഇനി കുറച്ച് പ്രോപ്പർട്ടീസ് മനസ്സിലാക്കണം. ഒന്ന് ലീനിയർ പ്രോപ്പർട്ടി, ലാപ്ലാസ് ഓഫ് a into f of t പ്ലസ് b into g of t എന്ന് പറഞ്ഞാൽ a പുറത്തെടുത്തിട്ട് ആ ലാപ്ലാസ് ഓഫ് f of t എന്ന് എഴുതാം, പ്ലസ് ബി പുറത്തെടുത്തിട്ട് ലാപ്ലാസ് ഓഫ് ജി ഓഫ് ടി എന്ന് എഴുതാം. നമുക്ക് a ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് ടി ക്യാപിറ്റൽ എഫ് ഓഫ് എസ് പ്ലസ് ബി ജി ഓഫ് ക്യാപിറ്റൽ ജി ഓഫ് എസ് എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതാണ് ലീനിയറിറ്റി. പിന്നെ ഷിഫ്റ്റിംഗ് ഇൻ ടൈം, നമുക്ക് എഫ് ഓഫ് ടി നമുക്കുണ്ട്, അത് ഞാൻ ഒരു കുറച്ച് ടൈം പിറകോട്ട് അല്ലെങ്കിൽ കുറച്ച് ടി പുറകോട്ട് എടുക്കുവാണ്. എഫ് ഓഫ് ടി മൈനസ് എ അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്നത്. പക്ഷേ നമുക്ക് ഇത് ഇങ്ങനെ വെറും എഫ് ഓഫ് ടി മൈനസ് എ എടുക്കാൻ പറ്റില്ല. നമുക്ക് ഒരു സാധനം കൂടെ, അതായത് യു ഓഫ് ടി മൈനസ് എന്റെ കൂടെ ആഡ് ചെയ്യണം. ഈ യു ഓഫ് ടി മൈനസ് എന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ അർത്ഥം വളരെ സിമ്പിൾ ആണ്. എക്ക് മുകളിലോട്ട് ഉള്ള വാല്യൂസിനെല്ലാം ഇത് 1 ആയിരിക്കും കാണിക്കുക, എക്ക് താഴോട്ടുള്ള വാല്യൂസിനെല്ലാം അത് 0 ആയിരിക്കും കാണിക്കുക. അതായത് ഇത് ഉപയോഗിക്കുന്ന ഒറ്റ കാര്യത്തിനേ ഉള്ളൂ, നമ്മൾ ഈ സാധനം ഡിഫൈൻ ചെയ്തേക്കുന്നത് 0 to ഇൻഫിനിറ്റിയിലാണ്. കണ്ടാൽ തന്നെ അറിയാം 0 to ഇൻഫിനിറ്റിയിലാണ്. അപ്പം 0ക്ക് മേലോട്ട് മാത്രമാണ് നമ്മളെ സംഭവങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കാനാണ്, ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം കൂടെ എക്സ്ട്രാ യൂസ് ചെയ്യുന്നത്. വലിയ കാര്യങ്ങളുള്ള കേസല്ല. അപ്പം എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് എ എസ് എഫ് ഓഫ് എസ് ആയിരിക്കും. ഇ റൈസ് ടു മൈനസ് എ എസ് എഫ് ഓഫ് എസ് ആയിരിക്കും. ടി മൈനസ് എ. അടുത്ത ഒരു പ്രോപ്പർട്ടി ഡെറിവേറ്റീവിന്റെ പ്രോപ്പർട്ടിയാണ്. ലാപ്ലാസ് ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു എസ് of f of s minus f of 0. s f of s minus f of 0. ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവും തേർഡ് ഡെറിവേറ്റീവും ഉണ്ട്, അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ പഠിക്കാം. തൽക്കാലം ഫസ്റ്റ് ഡെറിവേറ്റീവിനെ മാത്രം നോക്കുക. എഫ് ഓഫ് എഫ് ഡാഷ് ഓഫ് ടിയുടെ ലാപ്ലാസ് എന്ന് പറഞ്ഞാൽ എസ് എഫ് ഓഫ് എസ് മൈനസ് എഫ് ഓഫ് 0 ആയിരിക്കും. അടുത്തത് ഇന്റഗ്രൽ പ്രോപ്പർട്ടിയാണ്. ലാപ്ലാസ് ഓഫ് ഇന്റഗ്രൽ 0 to t എഫ് ഓഫ് ടോ ഡി ടോയുടെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എസ് ഡിവൈഡ് ബൈ എസ് ആയിരിക്കും. ഇവിടെ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ എസ് ടു മൾട്ടിപ്ലൈ ആണ് ഫസ്റ്റ് ടേമിൽ വന്നത്. ഇത് ഫസ്റ്റ് ഒരു ടേമേ ഉള്ളൂ, ആ ടേമിൽ ഡെറിവേറ്റീവ് ഡിവൈഡ് ആണ് വരുന്നത്, എഫ് ഓഫ് എസ് ഡിവൈഡ് ബൈ എസ് ആണ് വരുന്നത്. ഇവിടെ ഒരു മൈനസ് എഫ് ഓഫ് 0 കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആ 4 ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് നമുക്കിനകത്ത് മനസ്സിലാക്കാനുണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞു ഡെറിവേറ്റീവിന്റെ കേസ് പറയുമ്പോൾ എഫ് ഓഫ് ഡാഷ് വെറും എഫ് ഡാഷ് ടി ആകുമ്പോഴത്തേക്ക് ഇത് വരും, ഡബിൾ ഡാഷ് വരുമ്പം ഇതായിരിക്കും വരുന്നത്, ട്രിപ്പിൾ ഡാഷ് വരുമ്പം ഇതായിരിക്കും വരുന്നത്. അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന, ഉദാഹരണം നമുക്ക് 3 ഡാഷ് ഉണ്ടെന്ന് വയ്ക്കാം. 3 ഡാഷ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ എത്ര ഡാഷ് ഉണ്ടോ അല്ലെ എത്ര ഡെറിവേറ്റീവ് ഉണ്ടോ അത്രയും എസിന് പവർ കൊടുക്കുക. ഓക്കെ, പിന്നെ മൈനസ് എസ് സ്ക്വയർ കുറച്ച് ഡിസ്പ്ലേസ് ഇട്ടിട്ട് വീണ്ടും മൈനസ് എസ്, പിന്നീട് -1, അങ്ങനെ ഓരോന്ന് കുറഞ്ഞ് നമ്മൾ ഇങ്ങനെ എഴുതി വെക്കും. ഇവിടെ നമുക്ക് ആ സെയിം സാധനം ചെയ്യാം. ഡബിൾ ഡാഷ് ആണെന്ന് ചോദിച്ചോ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതണം, എസ് സ്ക്വയർ എഴുതുന്നു,
സ്പേസ് ഇട്ടതിന് ശേഷം മൈനസ് ഇട്ട് എസ് എഴുതുന്നു, മൈനസ് 1 എഴുതുന്നു. അപ്പം ഇത് വേണമെങ്കിൽ എസ് റേസ് 0 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എസ് റേസ് 0 ആണ് 1. അപ്പോൾ ആ -1 നമ്മൾ എഴുതുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഫസ്റ്റ് ആദ്യത്തെ ടേമിന്റെ കൂടെ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എഴുതുന്നു. ഇവിടെയും ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എഴുതുന്നു. ഓക്കെ. പിന്നീട് നമ്മൾ ചെയ്യുന്നത് എഫ് ഓഫ് 0, സ്മോൾ എഫ് ഓഫ് 0, സ്മോൾ എഫ് ഡാഷ് ഓഫ് 0, സ്മോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് 0, അങ്ങനെ എത്ര ഡാഷ് ഉണ്ടോ, എത്ര ഡാഷ് ഇവിടെ ഉണ്ടോ അതിനേക്കാൾ ഒന്ന് കുറഞ്ഞ് നിൽക്കുന്നത് വരെ നമ്മൾ കൂട്ടി പോകും. ഇവിടെ എഫ് എസ് നമ്മൾ ക്യാപിറ്റൽ എഫ് എസ് എഴുതി കഴിഞ്ഞു. ഇവിടെ എഫ് ഓഫ് 0 എഴുതണം, മൈനസ് എഫ് ഡാഷ് ഓഫ് 0 എഴുതണം. അങ്ങനെയാണ് നമ്മൾ ഇത് എഴുതുന്നത്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് നമുക്ക് F4 4 ഡാഷ് വരും നമുക്ക് നോക്കാം. അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് 4 ഡാഷ്, അതായത് 4 ഡെറിവേറ്റീവ് ഓഫ് ടി എത്രയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, എത്ര ഡാഷ് ഉണ്ടോ എസിന് അത്രയും പവർ ആദ്യം കൊടുക്കുക. സ്പേസ് ഇട്ടിട്ട് മൈനസ് എസ് ക്യൂബ് എഴുതുക, സ്പേസ് ഇട്ടിട്ട് മൈനസ് എസ് സ്ക്വയർ എഴുതുക, സ്പേസ് ഇട്ടിട്ട് മൈനസ് എസ് എഴുതുക, സ്പേസ് ഇട്ടിട്ട് -1 എഴുതുക. ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്യണം, ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആദ്യം ഇവിടെ എഴുതണം. പിന്നീട് എഫ് ഓഫ് 0, സ്മോൾ എഫ് ഓഫ് 0, പിന്നെ എഫ് ഡാഷ് ഓഫ് 0 ഇവിടെ എഴുതുക, എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 ഇവിടെ എഴുതുക, ആൻഡ് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 ഇവിടെ എഴുതുക. അങ്ങനെയാണ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന ആ ഒരു രീതി. ഇങ്ങനെ എഴുതുന്ന ഡെറിവേറ്റീവ് നമ്മൾ എഴുതുന്നുള്ള കാര്യം പഠിച്ചു. പിന്നെ കുറച്ച് കോമൺ ലാപ്ലേസ് ട്രാൻസ്ഫോംസ് മനസ്സിലാക്കാം. 1-ൻ്റെത് 1-s. 1-നെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ 1/s ആവും. t⁻n ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ s⁻n+1 ആയിരിക്കും വരുന്നത്. അതായത് t⁻2 ആ വരുന്നെങ്കിൽ 2 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ s ക്യൂബ്. ഈ ക്യൂബ് ആ വരുന്നെങ്കിൽ അതിന്റെ ലാപ്ലേസ് എടുക്കുമ്പോഴത്തേക്ക് 3 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ s⁻4. അപ്പം അങ്ങനെ t⁻n ഇതിന്റെ ലാപ്ലേസ് എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ s⁻n+1 എന്ന് കൊടുക്കും. e⁻at വന്നാൽ 1/s-a വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ e⁻at കണ്ടോ? ഓക്കെ, അത് കുഴപ്പമില്ല. e⁻at എന്ന് പറഞ്ഞാൽ 1/s-a എന്നുള്ള രീതിയിൽ ആണ് എഴുതുന്നത്. e⁻at വന്നാൽ 1/s-a എഴുതണം. e⁻2t എന്ന് പറഞ്ഞാൽ 1/s-2, e⁻3t എന്ന് പറഞ്ഞാൽ 1/s-3. ഓക്കെ. sin 80 cos 80 മറക്കാതെ ഓർത്ത് വയ്ക്കുക. ഒരു വർഷം ചോദിച്ചിട്ടുള്ളതാണ്. sin 80 വന്നാൽ a എടുത്ത് ന്യൂമറേറ്റർ ഇട്ടതിന് ശേഷം s² + a² ഡിനോമിനേറ്റർ എഴുതുക. cos 80 വന്നാൽ s മുകളിൽ ഇട്ടതിന് ശേഷം താഴെ s² + a² എഴുതുക. അപ്പോൾ sin 80 വന്നാൽ a ഇടാനും cos 80 വന്നാൽ s ഇടാനും മറക്കരുത്. sin 80 വന്നാൽ a ഡിവൈഡ് ബൈ a² + s². അതുപോലെ cos 80 വന്നാൽ s ഡിവൈഡ് ബൈ നമ്മുടെ s² + a². അടുത്തത് u⁻t⁻a, യൂണിറ്റ് സ്റ്റെപ്പ്. ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ -e⁻as ഡിവൈഡഡ് ബൈ s. അതാണ് ഞാൻ നേരത്തെ നോക്കാൻ പോയത്. ഇവിടെ e⁻as വന്നിട്ടുണ്ട്, ഇവിടെ കണ്ടോ. ഇതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് ഉള്ളതുകൊണ്ടാണ് ഇത് വന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സോ e⁻as ബൈ s ആണ് യൂണിറ്റ് ഫംഗ്ഷൻ t-a-ന്റെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനകത്ത് നമുക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നത് മാത്രമേ പറയുന്നുള്ളൂ. അതിനകത്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇതണക്കത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. സോ ഇതിനകത്ത് കൂടുതൽ തലപ്പുണ്ടാക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് കിടന്ന് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരുപാട് കട്ടി ക്വസ്റ്റ്യൻസ് വരത്തില്ല. ഒരുവിധം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വരത്തുള്ളൂ. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos ωt എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? s ഡിവൈഡ് ബൈ s² + ω². അതായത് എക്ക് പോലെ ഇവിടെ ഒമേഗ വന്നൊരു കാര്യമേ ഉള്ളൂ. കോസ് വരുന്നതുകൊണ്ട് s ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ s² + ω². ഓക്കെ. അപ്പം അതാണ് ബേസിക്കലി നമുക്ക് ഉള്ള ഒരു മിസ്ലേനിയസ് ടോപ്പിക് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന സാധനം. അപ്പോൾ ഏറെക്കുറെ നമ്മൾ മാത്സ് ഒരുവിധം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വരാൻ സാധ്യതയുള്ള ഒരു കുറേ ആസ്പെക്റ്റ്, കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയിട്ടില്ല. നമ്മൾ എക്സാം പെർസ്പെക്റ്റീവ്, അതും ഒരു ക്രാഷ് കോഴ്സിൻ്റെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ എല്ലാം നോക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം. താങ്ക് യു.